ചിന്തിക്കുന്ന ആൾക്കാരെ പിന്തുടരുന്നതിന് പകരം പൂജാരിമാരെയും ജ്യോത്സ്യന്മാരെയും പിന്തുടരുമ്പോൾ നമ്മൾ ക്രൈസിസിലേക്ക് പോകും, സമൂഹം ക്രൈസിസിലേക്ക് പോകും. എട്ടാമത്തെ പോയിന്റ്, നമ്മുടെ ജാതി സംഘടനകളുമായുള്ള നേതാക്കൾ. വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം, കേരളത്തിലെ 315ഓളം ജാതി സംഘടനകളെയും അതിന്റെ നേതാക്കന്മാരെയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളതുകൊണ്ട് എനിക്കറിയാം. അവർക്ക് ഇത്രയുള്ളൂ, ഉള്ള അസര പോരുത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരാനയും കൂടെ ഇത്തവണ കൂടുതൽ എഴുന്നള്ളിക്കണം. ഇത്രയൊക്കെ അല്ലാതെ പൊതു ഹിന്ദു സമുദായം രക്ഷപ്പെടണമെന്ന് ഒരു ശതമാനം ആത്മാർത്ഥത ഞാൻ കൃത്യമായിട്ട് പറയാം. കാരണം ലക്ഷക്കണക്കിന് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ കിട്ടുക, 2 കൊല്ലത്തിനുള്ളിൽ 5 കൊല്ലം കൊണ്ട് 50 ലക്ഷം വരെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുക. 10ാം ക്ലാസ്സുകാർക്ക് 56,000 രൂപ ശമ്പളം, +2കാർക്ക് 92,000 രൂപ ശമ്പളം, ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളം. ഒന്ന് എഴുതി പാസ്സായാൽ മതി, വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല, റാങ്ക് ലിസ്റ്റ് ഇല്ല, ജയിച്ച 6 മാസത്തിനകം ശമ്പളമായി കിട്ടും. അപ്പോഴേ അപ്പോയിന്റ്മെന്റാ. 5 വർഷം കൊണ്ട് 50 ലക്ഷം വരെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുക, 30 ലക്ഷം എടുത്തു. പിന്നെ 2 കൊല്ലം കൂടെ ഉണ്ട്, 20 ലക്ഷം കൊണ്ട് ബാക്കിയുണ്ട്. ഞാൻ ഇവിടുത്തെ മുഴുവൻ ജാതി സംഘടനകളുടെ നേതാക്കന്മാരെ നേരിട്ട് വീട്ടിൽ പോയി കണ്ട് ഫുൾ ഡീറ്റെയിൽസ് അവതരിപ്പിച്ചു. എല്ലാവരും എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. കൊള്ളാം, നല്ല കാര്യമില്ല, നടക്കട്ടെ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സമുദായത്തിന് സംഘടനകളല്ലോ, നിങ്ങൾ OBC അല്ലേ, നിങ്ങൾ OEC അല്ലേ, നിങ്ങൾ SC അല്ലേ, നിങ്ങൾ ST അല്ലേ, നിങ്ങൾ ആദിവാസി അല്ലേ? വനത്തിന്റെ ഉള്ളിൽ വന്ന് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം, എനിക്കൊരു പൈസ തരണ്ട, അവിടെ ഉള്ള കുട്ടികളെ ഒന്ന് വിളിച്ചു കൂട്ടിയിരുത്തിയാൽ മതി. അതിനൊന്നും അവർക്ക് സമയമില്ല. രാഷ്ട്രീയക്കാരെ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം വിളിച്ച് വഴിയെ നടക്കുമെന്നല്ലാതെ സ്വന്തം സമുദായ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള 1% ആഗ്രഹമുള്ള ഒരു നേതാവിനെ ഞാൻ കണ്ടു. എന്റെ അനുഭവമാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഹിന്ദുസ് ടെമ്പിൾസ് എന്ന് പറയുന്ന പോലെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഹിന്ദു കാസ്റ്റ് ഓർഗനൈസേഷൻ. 9ാമത്തെ പോയിന്റ്, സിലബസ്. നമുക്കൊരു ഹിന്ദുവിനെ പഠിപ്പിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് എന്താണ് പഠിപ്പിക്കേണ്ടത്? പുരാണമാണോ പഠിപ്പിക്കേണ്ടത്, ഇതിഹാസമാണോ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വേദമാണോ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഭഗവത്ഗീതയാണോ പഠിപ്പിക്കേണ്ടത്, തിയറിയാണോ, പ്രാക്ടിക്കലാണോ, കഥയാണോ, കാര്യമാണോ? കൃത്യമായ ഒരു സിലബസ് ചിട്ടപ്പെടുത്താൻ കഴിയുന്നവരുണ്ട്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ കുട്ടികളുടെ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. 10ാമത്തെ പോയിന്റ് അതിഭീകരമായ സ്ഥിതിയാണ് അൺമാരീഡ് ഹിന്ദു യൂത്ത്. പണ്ടൊക്കെ പറയും കല്യാണം കഴിക്കാൻ കാശ് കഴിഞ്ഞില്ല, വിദ്യാഭ്യാസം കഴിഞ്ഞില്ല. അൺമാരീഡ് യൂത്ത്, വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആൺകുട്ടികൾക്ക് കുട്ടികൾ ഹിന്ദു സമൂഹത്തിൽ വളരെ കൂടുതലാണ്. പാലാഭിഷേക് ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പാലാവിൽ 5400 ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നിൽക്കാം. വിദ്യാഭ്യാസമുണ്ട്, 4 റബ്ബറുണ്ട്, നല്ല കുടുംബത്തുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. ഇനി എന്താണെന്ന് നമുക്കറിയാം. ഹിന്ദുക്കളുടെ എണ്ണത്തിൽ കൂടുതൽ. ഓരോ ഗ്രാമം എടുത്ത് പഠിച്ചാൽ, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ പല ഗ്രാമങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ 40 മുതൽ 60 വരെ ഹിന്ദു യുവതി യുവാക്കൾ വിവാഹം കഴിക്കാൻ നിൽക്കാം. വിവാഹപ്രായം കഴിഞ്ഞു. പണ്ടാണ് പറയും പണമില്ലാതില്ല, വിദ്യാഭ്യാസം ഇല്ലാതില്ല, ജോലിയില്ലാതില്ല. ജോലിയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സാമ്പത്തികമുള്ളവർ, കുടുംബമഹത്വമുള്ളവർ, എല്ലാ അനുകൂല സാഹചര്യം. പക്ഷെ എന്താ വിവാഹം കഴിക്കാത്തവരുടെ ചോദ്യത്തിന് മറുപടിയില്ല. ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആരുടെ ഭാഗത്തുനിന്നും നടക്കുന്നില്ല, വിജയിക്കുന്നില്ല. അപ്പോൾ അത് വളരെ വലിയൊരു ത്രെട്ടാണ്, വലിയ ചലഞ്ചാണ്. 11ാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ ഇല്ലിറ്ററസി, സാമ്പത്തികമായിട്ടുള്ള നിരക്ഷരത. ഓരോ ദിവസവും രാവിലെ മലയാളം എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഇന്ന് ആരുടെ കെണിയിലാണ് പോയി വീഴേണ്ടത് എന്നാണ്. ഏത് തട്ടിക്കാരനും വെട്ടിക്കാരനും വന്നാൽ അവരൊക്കെ കൊണ്ട പൈസ ഇട്ട് അതൊക്കെ കളയുകയും ചെയ്യുന്നതല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. 12ാമത്തെ പോയിന്റ്, ലോങ് ടൈം പ്ലാനിങ് ഇല്ല, ഷോർട്ട് ടൈം പ്ലാനിങ് മാത്രമേ ഉള്ളൂ. സമയക്കുറവുകൊണ്ടാണ് സ്പീഡിൽ വരുന്നത്. 13ാമത്തെ പോയിന്റ്, രാഷ്ട്രീയത്തോടുള്ള വിമുഖത. രാഷ്ട്രീയം തെറ്റാണ്, കുറ്റമാണ്, പാപമാണ്, കൊള്ളക്കാത്തതാണ്, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പോകരുത് എന്ന് ചിന്തിക്കുന്നവർ ഹിന്ദുക്കൾ കൂടുതലാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രാഷ്ട്രീയം പിടിച്ചടക്കാം. രാമൻ രാഷ്ട്രീയ നേതാവായിരുന്നു, കൃഷ്ണൻ രാഷ്ട്രീയ നേതാവായിരുന്നു, ബുദ്ധൻ രാഷ്ട്രീയ നേതാവായിരുന്നു, ക്രിസ്തു രാഷ്ട്രീയ നേതാവായിരുന്നു, നബി രാഷ്ട്രീയ നേതാവായിരുന്നു. എല്ലാ മതത്തിലെയും എല്ലാ നേതാക്കന്മാരും, എല്ലാ ഈശ്വരന്മാരും, എല്ലാ ദൈവങ്ങളും പൊളിറ്റിക്കൽ ലീഡേഴ്സും റൂളേഴ്സുമായിരുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാപമാണ്, തെറ്റാണ്, കുറ്റമാണ് എന്ന് ചെറുപ്പം മുതലേ കുട്ടികളെ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ രാഷ്ട്രീയമോ നമുക്ക് യാതൊരു താല്പര്യമില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, ഈ ഒരു മനോഭാവം നമ്മുടെ കുട്ടികളിൽ വന്നാൽ ഈ പൊളിറ്റിക്സ് നമുക്ക് എതിരായിട്ട് വരും. ഇപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
14-ാമത്തേത് വീക്കർ ഫാമിലി സിസ്റ്റം. കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല, അതുകൊണ്ട് കുടുംബ ഛിദ്രങ്ങൾ കൂടുതലാണ്. വളരെ ആർഭാടമായിട്ട് കല്യാണം നടത്തും. 5 ലക്ഷം രൂപ ഫോട്ടോഗ്രാഫർക്ക് വീഡിയോഗ്രാഫർക്ക് കൊടുക്കും. 10 ലക്ഷം രൂപയുടെ AC ഓഡിറ്റോറിയം എടുക്കും. ഞാനൊരു ക്രിസ്ത്യൻ കല്യാണത്തിന് പാലയ്ക്ക്, നമ്മുടെ കല്യാണം പോലെയൊന്നുമല്ല, 1.5 മണിക്കൂർ പാട്ട് കൊണ്ടുപോകാനേ. അത് ചില അച്ഛന്മാര് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പൈസ കൊടുത്തിരിക്കുക വെച്ച് നീട്ടേ ചെയ്യും. കുറച്ചു നേരം ഈ ഉച്ച നേരത്ത് പുറത്തു നിന്ന് ഈ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പോയി പള്ളിയുടെ വാതിലിനകത്ത് നോക്കും അച്ഛനെ, ഇത് തീരാറായില്ല എന്നുള്ള അച്ഛനെ അറിയാം ഈ നോട്ടത്തിന്റെ അർത്ഥം. ഒരു ദിവസം ഞങ്ങൾ 3-4 വക്കീലന്മാർ 3-4 വാദത്തെ കൂടെ ചെന്നിങ്ങനെ നോക്കി. ഒരു സമയത്തായിപ്പോയി അറിയാതെ വിശന്നിട്ട അച്ഛൻ മേക്കോട് പറഞ്ഞു, വാദിക്കൽ ബഹളം കൊണ്ടുന്ന വക്കീലന്മാരുടെ ശ്രദ്ധിക്കും. വധുവരന്മാർ ഉടൻ തന്നെ പുറത്തേക്ക് വരുന്നതാണ്. വരുന്ന സമയത്ത് നിങ്ങളുടെ കാറുകൾ കൊടുക്കാവുന്നതാണ്. എല്ലാവരും അത് ചിരിച്ചു. അച്ഛൻ ബാക്കി കൂടെ പറഞ്ഞു, എന്താണെങ്കിലും എന്റെ മക്കളെ 6 മാസം കഴിയുമ്പോൾ വക്കീലിന്റെ അടുത്തോട്ട് ഡിവോഴ്സ് മേടിക്കുന്നവരാണല്ലോ നിങ്ങൾ, അതുകൊണ്ട് പറഞ്ഞത് എന്ന് അച്ഛൻ പറഞ്ഞു. വലിയ അവസ്ഥ. ക്രിസ്ത്യൻ ഹിന്ദു വ്യത്യാസമില്ലാതെ ആർഭാടമായ കല്യാണം, അതിനേക്കാൾ ആർഭാടമായ കേസ് ഡിവോഴ്സ്. ഇപ്പൊ ആൾക്കാരോട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ എന്നെ അയക്കുന്ന ആൾക്കാർ പറയും, അവിടെ ചെന്ന് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഗൾഫിലാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ കുളിക്കണമെന്ന് പറയും. കുളിക്കണമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുളിക്കണമെന്ന് പറഞ്ഞാൽ അവർ കുളിച്ചോളാൻ പറയും. കുളിച്ചാൽ അവർ പാത്രമായി പോകും. കാരണം 1 ലിറ്റർ വെള്ളത്തിന് അവിടെ ഡീസലിനേക്കാൾ പെട്രോളിനേക്കാൾ പാലിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കയറി നാട്ടിൽ കുളിക്കുന്നവർ ഒറ്റ കുളിച്ചാൽ അവർ 6 മാസത്തേക്ക് പട്ടിണിയായി പോകുന്നത് കുളിക്കണമെന്ന് പറയും. പിന്നെയോ ഏത് വീട്ടിൽ ചെന്നാലും യൂറോപ്പിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭാര്യയെ കണ്ട ഭർത്താവിനെ കുറിച്ച് ചോദിക്കരുത്, ഭർത്താവിനെ കണ്ട ഭാര്യയെ കുറിച്ച് ചോദിക്കരുത്, അച്ഛനെ കണ്ടാൽ അമ്മയെ കണ്ടാൽ മക്കളെ കുറിച്ച് ചോദിക്കരുത്, മക്കളെ കണ്ടാൽ അച്ഛനമ്മമാരെ കുറിച്ച് ചോദിക്കരുത്. ഞാൻ ചോദിച്ചു അതെന്താ? അതൊക്കെ അങ്ങനെയാ, കൃത്യമായിട്ട് പാലിച്ചോണം എന്ന് പറഞ്ഞു. പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നെ അങ്ങോട്ട് വിട്ട നേതാവിനെ ഞാൻ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞു? അതെ, പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് ഭാര്യ എന്തെടുത്തതെന്ന് ചോദിച്ചാൽ ഭർത്താവ് കൺഫ്യൂഷനായി. എന്താ, എത്രാമത്തെ ഭാര്യയെ കുറിച്ച്, ഏത് ഭാര്യയെ കുറിച്ചാണ് ഇയാളെ കുറിച്ച്? അവിടെ കുടുംബബന്ധത്തിലേ ഭർത്താവ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭാര്യ കൺഫ്യൂഷൻ അടിക്കും. ഞാൻ ഏത് ഭർത്താവിനെ കുറിച്ചാണ് ചോദിച്ചത്? 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വീട്ടിലുണ്ടാവില്ല. അവർ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോയി സ്വന്തം മേഖലയിലേക്ക് പോകും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. മാതാപിതാക്കൾ എന്ത് ചോദിച്ചു? അവർക്കും അറിയില്ല. ഫാമിലി തകർന്നു പോകുന്ന ഫാമിലി, വീക്കർ ഫാമിലി സിസ്റ്റം. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഹിന്ദുവിന്റെ ഇടയിലും ഈ വീക്കർ ഫാമിലി സിസ്റ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഉണ്ടായ സംഭവം ഇത് പ്രിൻസിപ്പൾ എന്നോട് പറയാം. ഒരു കുട്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പനി പിടിച്ചു, തലകറങ്ങി വീണപ്പോ പ്രിൻസിപ്പാൾ, ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ്, അതുകൊണ്ട് ഞാൻ വിശാലിച്ച് പറയുന്നില്ല, പ്രിൻസിപ്പാൾ അവനെ വിളിച്ചു. അതേ കുട്ടി പനി പിടിച്ചിട്ട് തലകറങ്ങി വീണു, ആശുപത്രി കൊണ്ടുപോകണം. അപ്പം അമ്മ പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകും, ഞാനിപ്പോൾ ഉടനെ വരികയാണ്. അച്ഛനെ വിളിച്ചു, അല്ല ആശുപത്രി കൊണ്ടുപോകണം, അല്ല ആശുപത്രി കൊണ്ടുപോകും, ഞാനിപ്പോൾ വരികയാണ്. അവസാനം പ്രിൻസിപ്പാൾ തന്നെ കുട്ടി ആശുപത്രി കൊണ്ടുപോയി. 2 ദിവസമായി അച്ഛനും അമ്മയും വന്നില്ല. വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ടൂറിലാണ്, ഇപ്പോൾ ഉടനെ വരാൻ പറ്റില്ല. അവസാനം കുട്ടി ഡിസ്ചാർജ് ആയി. 3-ാം ദിവസം ഡിസ്ചാർജ് ആയപ്പോ കൊണ്ടുപോകാൻ പറഞ്ഞു ആശുപത്രിക്കാരൻ. അപ്പോ ആരാണ് കൊണ്ടുപോകാൻ വരുന്നത്? അപ്പോ അമ്മ വിളിച്ചു. അമ്മ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അച്ഛൻ വരെയാണെങ്കിൽ കൊടുത്തോടെ. അച്ഛനെ വിളിച്ചു, അച്ഛൻ പറഞ്ഞു അമ്മ വരെയാണെങ്കിൽ കൊടുത്തോടെ. നമ്മുടെ ഫാമിലി അവസ്ഥയാണ്. അപ്പോ ഈ വീക്കർ ഫാമിലി സിസ്റ്റം ഇത് കണ്ടം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം. 15-ാമത്തെ പോയിന്റ് എഡ്യൂക്കേഷൻ പോളിസി, വിദ്യാഭ്യാസം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പ്രശ്നങ്ങളുടെ ഒരു മഹാഭൂരിപക്ഷവും അവസാനിക്കും. 16-ാമത്തെ പോയിന്റ് ആത്മാഭിമാനമില്ലായ്മ. ആത്മാഭിമാനമില്ല. സ്വന്തം കുടുംബം, സ്വന്തം ധർമ്മം, സ്വന്തം ഭാവി, സ്വന്തം പാരമ്പര്യം, സ്വന്തം മാതാപിതാക്കൾ ആത്മാഭിമാനത്തോട് കൂടി ഇത് ഓർക്കുന്ന ഒരു കുട്ടിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അടിമപ്പണിയെടുക്കാൻ തോന്നില്ല. ഈ രാജ്യത്ത് നിൽക്കണം എന്ന് തോന്നും. വിദേശങ്ങളിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുകയും നിരവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് ധാരാളം പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നു സ്വന്തം നാടാണ് ഏറ്റവും പ്രധാനം. സ്വന്തമായിട്ട് പാസ്പോർട്ട് കൈ പിടിക്കാതെ വഴിക്കൂടെ നടക്കാറുണ്ട്. നമ്മൾ ഇന്ത്യയിൽ വഴിക്കൂടെ നടക്കണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൈ പിടിക്കുന്നത്. പക്ഷേ വിദേശത്താണെങ്കിലോ പാസ്പോർട്ടും വിസയും എപ്പോഴും കൈകൊണ്ടായിരിക്കും.
ഇല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ പുറത്താക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് സെൽഫ് എസ്റ്റീം, 17ാമത്തെ പോയിന്റ് ഹിസ്റ്ററി, ചരിത്രം പഠിക്കണം. നമ്മുടെ ചരിത്രം എന്താണെന്ന് ഇത് പഠിക്കണം. നമ്മുടെ നാടിന്റെ ചരിത്രം, നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രം, നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം, നമ്മുടെ നാടിന്റെ ഗ്രാമത്തിന്റെ ചരിത്രം. ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ആരാണ് എന്ന് മനസ്സിലാവുക. അത് കുട്ടികൾക്ക് കൊടുക്കണം. 18ാമത്തെ പോയിന്റ് അപ്ഡേഷൻ, കാലാനുസൃതമായിട്ടുള്ള അപ്ഡേഷൻ. എല്ലാം പഴയതുപോലെ ചെയ്യണമെന്നല്ല, പുതിയതുപോലെ ചെയ്യാൻ, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യാൻ ഉള്ള പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ, പുതിയ തലമുറയ്ക്ക് കൊടുത്താൽ, നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. സനാതന ധർമ്മത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് സ്വയം പരിഹരിക്കും, സ്വയം അപ്ഡേറ്റ് ചെയ്യും. മറ്റെല്ലാ മതങ്ങൾക്കും ഒരു പ്രശ്നം സ്വയം പരിഹരിക്കാൻ പറ്റില്ല. ഇസ്ലാം മതത്തിനകത്തൊരു പ്രശ്നം ഉണ്ടായാൽ അത് അകത്തുള്ള സ്വാഭാവികമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ക്രിസ്തു മതത്തിനകത്തൊരു പ്രശ്നം ഉണ്ടായാൽ ക്രിസ്തുമതത്തിന് സ്വയം പരിഹരിക്കാൻ പറ്റില്ല. അത് പരിഹരിക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ പോകും. പിന്നെ ഒരിക്കൽ കോടതിയോ രാജാവോ പട്ടാളമോ ഒക്കെ ഇടപെടേണ്ടി വരും. പക്ഷേ സനാതന ധർമ്മത്തിന് സ്വയം പരിഷ്കരിക്കാനും പരിഹരിക്കാനുമുള്ള കഴിവുണ്ട്. അതാണ് ധർമ്മവും മതവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് ഇതിന് പരിഹാരമുണ്ട്. ഈ പരിഹാരം എന്ന് പറയുന്നത് 10 പരിഹാരമാണ്. ഞാനിത് നമ്പർ ഇട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പോയിന്റ് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി. അതിൽ നമ്പർ 1 എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ബ്രിട്ടനില്, അമേരിക്കയില് MBA BBA ഒക്കെ പഠിപ്പിക്കുന്ന ബിസിനസ് സ്കൂളുകളിൽ അവിടെ ബിസിനസിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമല്ല, നിരവധി ശ്ലോകം ഉപയോഗിക്കുന്നുണ്ട്. അത് പറയുന്നത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്ട് എടുക്കുമ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലെയും ബിസിനസ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. എന്താണ് ഈ സ്വധർമ്മം? ഏതൊരു കുട്ടിക്കും ആ കുട്ടിക്ക് ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ടാലന്റ് ഉണ്ട്. പാരമ്പര്യമായി കിട്ടുന്ന ഒരു ടാലന്റ് ഉണ്ട്, കഴിവുണ്ട്. അതാണ് സ്വധർമ്മം. ഈ സ്വധർമ്മം ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാണ് എങ്കിൽ അതിൽ പരം ഒരു ശ്രേയസ് നമുക്ക് കിട്ടാനില്ല. മറിച്ച് അത് ചെയ്യാൻ തയ്യാറാകാത്തവൻ എന്ത് ചെയ്യേണ്ടി വരും? വല്ലവന്റെയും കമ്പനി പണിക്ക് പോകേണ്ടി വരും, പരധർമ്മം ചെയ്യേണ്ടി വരും. വല്ലവന്റെയും കമ്പനിയിൽ പണിക്ക് പോയാൽ എന്തായിരിക്കും? 2 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ശമ്പളം കിട്ടും. പക്ഷെ അവനാണ് തീരുമാനിക്കുന്ന ടാർഗറ്റ്. ആ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ല എങ്കിൽ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കിട്ടും, പിങ്ക് കാർഡ് കിട്ടും, യെല്ലോ കാർഡ് കിട്ടും, റെഡ് കാർഡ് കിട്ടും, പുറത്താക്കും. അങ്ങനെ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇല്ലാതായി പോകും. ആ ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ ടെൻഷനായി, കുടുംബത്തിൽ പ്രശ്നമായി, ആത്മഹത്യയായി, ഡിപ്രഷനായി, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്താ കാരണം? പരധർമ്മോ ഭയാവഹ. മറ്റൊരാളിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് അങ്ങേയറ്റം ഭയാവഹമാണ്. കാരണം നമ്മൾ അവരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. സ്വന്തമായിട്ടുള്ള സ്റ്റാർട്ടപ്പോ സ്റ്റാൻഡപ്പോ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പോ എങ്കിലും തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് എപ്പോ വേണമെങ്കിലും അവധി എടുക്കാം, എപ്പോ വേണമെങ്കിലും ഓഫീസിൽ പോകാതിരിക്കാം, ഏത് വർക്ക് ചെയ്യണം ചെയ്യാതിരിക്കാം, നമ്മൾ ഫ്രീ ആയി. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിന് പറ്റിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം. ഭഗവത്ഗീത നമ്മൾ ഇതിനെ പഠിപ്പിക്കുമോ? ഭഗവത്ഗീതയിലെ സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാരെങ്കിലും ഇതിനകത്ത് ബിസിനസ് ആണ് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കോ? പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം. ഇതാവേണ്ട ഗുരുദേവൻ വേറൊരു ആശയം പറയുന്നുണ്ട്. സെയിൽസ് എന്താണ് എന്നുള്ളത്, സെയിൽസ് മാർക്കറ്റിംഗിൽ സെയിൽസിന് ക്ലാസ് എടുക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അവരവന്റെ സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞാൽ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, ഒരു കച്ചവടക്കാരൻ ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്ന എന്താണ്? കച്ചവടമാണ്, ബിസിനസ്സാണ്. ഈ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ, കച്ചവടം ഭംഗിയായി നടക്കണമെങ്കിൽ എന്താ വേണ്ടത്? അവരുടെ സുഖത്തിനായി വരയണം. അതുകൊണ്ട് പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കൽ പ്രോഡക്റ്റ് വിൽക്കരുത്, നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കരുത്. പിന്നെ എന്താ വിൽക്കേണ്ടത്? സൊല്യൂഷൻ വിൽക്കുക. അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുക. ഇൻഷുറൻസിന്റെ പോളിസി വിൽക്കരുത്, ഭക്ഷണം വിൽക്കരുത്, മരുന്ന് വിൽക്കരുത്, വാഹനം വിൽക്കരുത്, വസ്ത്രം വിൽക്കരുത്, ഒന്നും വിൽക്കരുത്. മറിച്ച് അവനെ സഹായിക്കുകയും ചെയ്യാവുള്ളൂ. കസ്റ്റമറെ സഹായിക്കുക, കസ്റ്റമറെ എൻഗേജ് ചെയ്യുക, കസ്റ്റമറുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കൊടുക്കുക. അതിനുവേണ്ടി പ്രോഡക്റ്റിനെ സജസ്റ്റ് ചെയ്യുക, തന്നെ വിളിച്ചു കൊടുക്കുക.
അവരവർ ആത്മസുഖത്തിന് ആദരിക്കുന്നവ അവരെന്റെ സുഖത്തിനായി പറയണം. സെയിൽസ് മാനേജ്മെന്റിന്റെ പരമഭാഷയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? അപ്പോൾ അവിടെ നമ്മൾ ആധ്യാത്മികത കുത്തിക്കയറ്റി മനുഷ്യനെ ബോറടിക്കും. നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഭഗവത്ഗീത പറയാനും മഹാഭാരതം പറയാനും ഭാഗവതം പറയാനും അവരവരുടെ ജീവിതത്തിൽ, അത് വിദ്യാർത്ഥിയാണെങ്കിൽ, കർഷകനാണെങ്കിൽ, ബിസിനസ്സുകാരനാണെങ്കിൽ, ആരാണെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ ആവശ്യമായ രീതിയിൽ ഇത് കൊടുക്കാനും കഴിയുമ്പോഴാണ് സൊല്യൂഷൻ നമ്പർ 1 സനാതന ധർമ്മത്തിന്റെ എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലായിട്ട് അവർക്ക് ബോധ്യപ്പെടുക, ഉപയോഗിക്കാൻ കഴിയുക. നമ്പർ 2 ലൈഫ് സയൻസ്. ലൈഫ് ഇസ് എ സയൻസ്. എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഏതെങ്കിലും ഒരു ജാതി സംഘടനയുടെ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്? ഞാൻ പല ജാതി സംഘടനകൾക്കും വേണ്ടി പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് ക്ലാസ് എടുക്കാൻ പോകുന്നയാളാണ്. ഞാൻ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഫാമിലി കൗൺസിലിംഗിന്റെ ഫാക്കൽറ്റി മെമ്പറാണ്. കുറെ വർഷങ്ങളായിട്ട് അപ്പൊ ഞാൻ എല്ലാ മക്കളുടെയും കയ്യിൽ ഇതുപോലെ മൈക്രോഫോൺ കൊടുത്തിട്ട് അവരെ കൊണ്ട് മറുപടി പറയാൻ ഒരു ചോദ്യമുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും റോഡ്ലെസ് മൈക്ക് കൊടുത്തിട്ട് പറയും എന്തിനാ കല്യാണം കേട്ടത്? അപ്പൊ എല്ലാവരും പറയും നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല ഭാര്യയെ കിട്ടാൻ, നല്ല കുടുംബത്തെ കിട്ടാൻ, നല്ല കുട്ടികളെ കിട്ടാൻ, നല്ല ജീവിതം കിട്ടാൻ. അവസാനം ഇതെല്ലാം മേടിച്ചിട്ട് ഞാൻ പറയും അല്ല, ഇങ്ങനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ 6 മാസം അടിച്ചു പിരിയും. പിന്നെ എന്തിനാണ്? കൊടുക്കാനായിരിക്കണം. എന്താണ് തിങ്കളാഴ്ച വ്രതം? തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല പങ്കാളിയെ കിട്ടാൻ, നല്ല ഭാര്യയെ കിട്ടാൻ അല്ല. കിട്ടുന്ന പങ്കാളി എനിക്ക് അനുയോജ്യമാണെങ്കിലും അല്ലെങ്കിലും ആ പങ്കാളിയുമായി എനിക്ക് അനുയോജ്യമായി തീരാനുള്ള കഴിവെനിക്ക് നൽകണമേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം. ചിലപ്പോൾ ഭർത്താവിനെ ആശിച്ച ഭർത്താവായിരിക്കില്ല കിട്ടുന്നത്, ഗ്രേഡ് കൂടുതലായിരിക്കും. അപ്പം ഭാര്യ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല, ഭർത്താവിന്റെ ഗ്രേഡ് കൂടുതലാണ്. ഇല്ലെങ്കിൽ ഭർത്താവിന്റെ ഗ്രേഡ് കുറഞ്ഞു പോയിരിക്കട്ടെ, വിദ്യാഭ്യാസം കുറവായിരിക്കും, വിവരം കുറവായിരിക്കും, പക്ഷെ ആത്മാർത്ഥതയും ഗുണഭത്വവും സംസ്കാരവും ഒക്കെ ഉണ്ടായിരിക്കും. തിരിച്ചു പ്രയോഗിക്കാം. ഭാര്യയ്ക്ക് വലിയ വിദ്യാഭ്യാസവും കുടുംബവും സൗന്ദര്യവും സംവിധാനം എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഭർത്താവിനെ കണ്ടാൽ ഒറാൻ കൂട്ടാനോ പോലെ വരുന്നതായിരിക്കും. ഒന്നിച്ച് ജീവിക്കണ്ടേ? അപ്പൊ എന്താണ് തിങ്കളാഴ്ച വ്രതം? എന്താ വേണ്ടത്? അനുയോജ്യമായി തീരാൻ. ചിലപ്പോൾ എനിക്ക് എന്റെ ഉയരം കൂട്ടേണ്ടി വരും, അല്ലെ എന്റെ ഉയരം കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനുള്ള കഴിവ്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടാകണമേ. അതാണ് തിങ്കളാഴ്ച വ്രതം. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് സയൻസ്. ഭാര്യയും ഭർത്താവ് ഒരേപോലെ ചിന്തിക്കും എന്ന് ഞങ്ങളെപ്പോലുള്ളവർ പറയാറുണ്ട്. അതായത് ഭാര്യയും ഭർത്താവ് ഒരേപോലെ ചിന്തിച്ചത് പറ്റും കുടുംബം തുറന്നു. ചില ആൾക്കാർ പറയാറുണ്ട് കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞു ശരി മൊത്തം പറ്റുന്ന അതുകൊണ്ട് വേറെ എന്തെല്ലാം ആലോചന വന്നാ അന്നൊന്നും തോന്നിയില്ല, ഇയാളെന്നെ പിന്നെ കിട്ടി എന്ന് ഭാര്യയും പറയും, അല്ലെ ഭർത്താവും പറയും. എന്താ കാരണം? ഒരാളെ ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് മറ്റൊരാളെ ചിന്തിക്കും. ആദ്യകാലത്തൊക്കെ എനിക്ക് തരുന്നില്ല. ഞാൻ ഈ കൗൺസിലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സമാധാനമാണ്. എന്താ കാര്യം അറിയാമോ? രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൈനസ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ള ഒരാളിനെ മാത്രമേ നമുക്ക് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ തരുള്ളൂ. കാരണം ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കണം. ഇതിന്റെ മറുവശം പറയണം. മറുവശം പറഞ്ഞില്ല എങ്കിൽ നമ്മൾ മറുവശം ചിന്തിക്കുകയില്ല. ഇതാണ് ഞാൻ പറയുന്നതാണ് ശരിയെന്നോർത്ത് ഞാനൊരു കാര്യത്തിൽ തീരുമാനമെടുക്കും. ഭർത്താവ് പറയുന്നില്ലേ ശരിയെന്നോർത്ത് ഭാര്യനെ പിന്തുണയ്ക്കും, അല്ലെ തിരിച്ചു പിന്തുണയ്ക്കും. അവസാനം രണ്ടുപേരും കൂടെ കുഴിച്ചാണ്. നേരെ മറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നവരാണെങ്കിലോ ആ വലിക്കുന്ന സമയത്ത് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുമെങ്കിലും വീട് പോകാതെ നിൽക്കാൻ ഈ ഒരു ബാലൻസിങ് നമ്മളെ സഹായിക്കും. അപ്പോ ലൈഫ് സയൻസ് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്പർ 3 ബിസിനസ്. മഹാഭാവമാണ് അതിന്റെ പഠിപ്പിക്കുന്നത്. ബിസിനസ് കച്ചവടമൊന്നും ചെയ്യരുത്, അതൊന്നും ചെയ്യാൻ പരിപാടിയാണ്. 2 കൈകളുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തേക്ക് അയച്ചിട്ട് നമ്മുടെ വേദങ്ങൾ പറഞ്ഞു വെച്ചത് ശതഹസ്തേന സമാഹയ, 100 കൈ കൊണ്ട് വാരി കൂട്ടുക, എന്നിട്ടോ സഹസ്രഹസ്തേന നികിര, 1000 കൈ കൊണ്ട് വിതരണം ചെയ്യുക. മനുഷ്യൻ 2 കൈ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടെന്താ ഈ 100 കൈ കൊണ്ട് വാരി കൂട്ടുക എന്ന് പറയുന്നത്? 100 ഇൻകം സോഴ്സുകൾ ഉണ്ടാക്കണം ഒരു കുടുംബം. നമ്മുടെ അച്ഛന്റെ മുത്തച്ഛന്റെ കാലത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ എത്ര വരുമാനം നൽകാനുള്ളത്? കൃഷി, ശമ്പളം, വാടക, ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്, കൂടി വന്ന 2 or 3 വരുമാനം അത്രയേ ഉള്ളൂ. ഈ തലമുറയിൽ എത്രയുണ്ട്? നമുക്ക് അത്രയല്ലേ ഉള്ളൂ. പക്ഷെ സുഖമായ ഒരു കുടുംബത്തിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 12 തരം ഇൻകം സോഴ്സുകൾ വേണം, 12 തരം വരുമാന മാർഗങ്ങൾ വേണം. റിച്ച് ആവണമെങ്കിൽ, സമ്പന്നരാവണമെങ്കിൽ 12 കൂടുതൽ വരുമാന മാർഗങ്ങൾ വേണം. അപ്പോൾ ഈ തരത്തിലുള്ള ബിസിനസ് കൺസെപ്റ്റ് നമ്മുടെ പുതിയ തലമുറയിൽ നമ്മളെ എങ്ങനെയാണ് പുതിയ തലമുറ പഠിപ്പിക്കുന്നത്? ശമ്പളം മേടിക്കാനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്നുകൊണ്ടാണ് ശമ്പളം മേടിക്കാൻ തുടങ്ങിയത്? ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ലോക സമ്പത്തിന്റെ 36%
വേൾഡ് GDP-യുടെ 36% ഭാരതത്തിന്റെ ആയിരുന്നു. അതിസമ്പന്നരായിരുന്നു നമ്മള്. ആ സമ്പന്നരായിരുന്നു നമ്മളൊരിക്കലും ശമ്പളം മേടിച്ചിട്ടില്ല. ബ്രിട്ടീഷ് വൈസ്രോയിയായ വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ചാർജ് ഏറ്റെടുത്തിട്ട് തിരിച്ചുപോയി ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് 2 അത്ഭുതങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം സ്ഥാപിച്ചപ്പോഴും അവിടെയൊക്കെ യാത്ര ചെയ്തപ്പോഴും ഞാൻ കാണാത്ത 2 അത്ഭുതങ്ങൾ ഭാരതത്തിൽ ചെന്നപ്പോൾ കണ്ടു. രാജ്ഞിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയാൻ ഭാരതത്തിൽ ഭിക്ഷക്കാരില്ല. രണ്ടാമത്തെ അത്ഭുതം, ഏതൊരു വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും. എത്ര അരി ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും. കാരണം സ്വർണത്തിനും ധാന്യത്തിനും കണക്കില്ല. കണക്കില്ലാത്തത്തോളം സ്വർണവും കണക്കില്ലാത്തത്തോളം ധാന്യവും എല്ലാ വീടുകളിലും ഉണ്ട്. ഒരു ഭിക്ഷക്കാരനെ പോലും കാണാത്ത നാട് അതാണ് ഭാരതം. വെല്ലസ്ലി പ്രഭുവിന്റെ റിപ്പോർട്ടിൽ ബ്രിട്ടീഷുകാർ ഈ കൊടുത്തതാ. കാരണം എന്താ? ബിസിനസ്, കൃഷിയെ ബിസിനസ് ആക്കി ചെയ്യാൻ, അതുപോലെ പശുവിനെ കറക്കുക അതിനെ ബിസിനസ് ആക്കി മാറ്റാൻ, എല്ലാം ബിസിനസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു തലമുറയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. തകർത്തത് വൈദേശികാധിപത്യമാണ്. അതുകൊണ്ട് ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് നമ്മളെ പഠിപ്പിക്കണം, പുതിയ തലമുറയെ പഠിപ്പിക്കണം. ഇത് സൊല്യൂഷൻ നമ്പർ 3. സൊല്യൂഷൻ നമ്പർ 1 എഡ്യൂക്കേഷൻ, സൊല്യൂഷൻ നമ്പർ 2 ലൈഫ് സയൻസ്, സൊല്യൂഷൻ നമ്പർ 3 ബിസിനസ്, സൊല്യൂഷൻ നമ്പർ 4 ഓർഗനൈസേഷൻ. നമ്മുടെ സംഘടനകൾ എന്തിനാ? ജാതിയുടെ വലിപ്പം കുറയുന്നതോറും സംഘടനയുടെ വലിപ്പം. കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വം എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയും. ഈ ബ്രാഹ്മണർ എത്ര ശതമാനം? ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. 1% ഇല്ല. 1% ഉണ്ടോ? ഇല്ല. കേരള ജനസംഖ്യയുടെ 1% ഇല്ല. 1% ഉണ്ടോ? ഇല്ല. കേരള ജനസംഖ്യയുടെ 1% പോലും ഇല്ല. 0.024%. അതാണ് കേരളത്തിലെ ബ്രാഹ്മണർ എല്ലാം കൂടെ കൂട്ടിയത്. അത്രേ ഉള്ളൂ. പക്ഷെ 36 സംഘടനയുണ്ട് ബ്രാഹ്മണ. ഏത്? 1% ഇല്ല, 1% ഇല്ല. പക്ഷെ 36 സംഘടനയാണ്. ഈ ഹാളിന്റെ അപ്പുറത്തൊരു ഹാൾ, ചെറിയ ഹാൾ. 6 മാസം മുമ്പ് ഞാൻ ആ ഹാളിൽ ഒരു പരിപാടിക്ക് ഒരു സമുദായ സംഘടന എന്നെ വിളിച്ച് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് പറയാ, ഞങ്ങളുടെ സമുദായത്തിനകത്ത് 312 സംഘടനയുണ്ട്. ഒരു സമുദായത്തിനകത്ത് 312 സംഘടന. കേരള ജനസംഖ്യയുടെ എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചു. നിങ്ങളുടെ സമുദായം 3%. കേരള ജനസംഖ്യയുടെ 3% സമുദായത്തിനകത്ത് 312 സംഘടന. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഓർഗനൈസേഷൻ എന്തിനാണ്? അപ്പോൾ ഈ ഓർഗനൈസേഷനുകളുടെ ഒരു ഉച്ചകോടി, ഒരു പാർലമെന്റ് നമ്മൾ അടിയന്തരമായി കൂടിക്കൊണ്ടിരുന്നില്ല എങ്കിൽ നമ്മൾ ഓർക്കും, ഞാനിരിക്കുന്ന കപ്പലിന്റെ അങ്ങേയറ്റത്തല്ലേ തോന്നേണ്ടത്, അതിനിപ്പോ ഇരിക്കണ്ട, അവിടെയുള്ളവർ എന്താ വെച്ചാൽ ചെയ്യുന്നത്. ഈ സനാതന ധർമ്മമാകുന്ന വലിയ കപ്പലിന്റെ ഏത് ഭാഗത്ത് ദ്വാരം വീണാലും അകത്തേക്ക് വെള്ളം കയറിയാൽ എല്ലാവരും കൂടിയാണ് മുങ്ങുന്നത് എന്നുള്ള ബോധമില്ലാത്ത സംഘടനയും സംഘടനാ നേതൃത്വവും നമ്മൾ ഒന്നാകെ മുങ്ങാനുള്ള പോക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 5 മീഡിയ. പത്രത്തിൽ കണ്ടാൽ, വാട്സാപ്പിൽ കണ്ടാൽ അപ്പടി വിശ്വസിക്കുന്ന പാവങ്ങളാണ് ഈ സനാതന ധർമ്മ വിശ്വാസികൾ. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാൻ പോകുന്ന പോകും. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയായി, ഉടനെ വാട്സാപ്പിൽ വരും, 75% മാർക്ക് കിട്ടിയ എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ വക 75,000 രൂപ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും, ഉടൻ തന്നെ പോയി വാങ്ങേണ്ടതാണ്. ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും പോകല, നമ്മൾ ഓടം തുടങ്ങും. അവിടെ ചെന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മോദി എന്നാലും ചീത്തയും പറയും. എല്ലാ റിസൾട്ട് വരുമ്പോഴും ഇങ്ങനെയുണ്ടാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പ്രസംഗിക്കുന്ന കേട്ട് 24,000 രൂപ കിട്ടാൻ 3 ലക്ഷം രൂപ കിട്ടുന്നു. ചിലര് പൈസ ഇട്ടേ തന്നെ വിളിച്ചു, കിട്ടുമല്ലോ അല്ലേ ചേട്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആരാണ്ട് പിള്ളേർ തമാശ കാണിക്കുന്ന, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടല്ല വിദേശത്തിരുന്നു. എന്താ വിദേശത്തിരുന്നുണ്ട്? ഇന്ത്യയിൽ ഇരുന്നാൽ പിടിച്ചാകരുത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചെറിയ പണി കൊടുക്കാൻ വെച്ച് 12-14 വയസ്സുള്ള പിള്ളേരുണ്ടാക്കിയിരുന്ന ചില ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒന്നാന്തരം കോളേജ് പ്രൊഫസർമാരും റിട്ടയർഡ് IAS-കാരും ഒക്കെ പൈസ കിട്ടും. എന്തൊരു ബോറാണ്. എന്താ കാര്യം? മീഡിയ മാനിപ്പുലേഷൻ. നമ്മൾ അറിയില്ലേ, നമ്മൾ കൊടുക്കട്ടെ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. നമ്പർ 6 ഫാമിലി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാമിലി. അതായത് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വ്യക്തിയാണ്. ഒരു കുടുംബമായി കഴിയുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്നുള്ളതല്ല, ഒരു സ്ഥാപനം. ഒരു സ്ഥാപനത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്.
ഒരു രാജ്യത്തിന് വിദേശകാര്യമന്ത്രി ഉള്ളതുപോലെ കുടുംബത്തിന് വിദേശകാര്യമന്ത്രിയുണ്ട്, ധനകാര്യമന്ത്രിയുണ്ട്, ആരോഗ്യകാര്യമന്ത്രിയുണ്ട്, ഭക്ഷ്യമന്ത്രിയുണ്ട്. അതൊരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ടേം ഓവർ എത്രയായിരിക്കണം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നതിന്റെ ഗൗരവത്തിലേക്ക് വരാതെയാണ് പലരും വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി എന്നുള്ളതിന്റെ സ്ട്രക്ചർ എന്താണ്, എയിം എന്താണ് കൃത്യമായി പഠിപ്പിച്ചാൽ സനാതന ധർമ്മം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം. 7ാമത്തെ പോയിന്റ്, നറേഷൻ. ഏതൊരു കാര്യവും കേൾക്കുമ്പോൾ നറേറ്റീവ് നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് മറ്റാരെങ്കിലും ഒക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നതിന്റെ പ്രോഡക്റ്റ് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. നമ്മൾ ഇതിനകത്തേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്നലത്തെ മനോരമ ഞാൻ വായിച്ചു. ഞാൻ പാലാരിയിലുള്ള വായിക്കുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിൽ അമ്പലം ഉള്ളതായിട്ട് പോലും അതിനകത്ത് വാർത്തയില്ല. അവിടെ ആറാട്ട് നടക്കുന്നുണ്ടെന്നൊരു വാർത്തയും ഏറ്റുമാനൂരിൽ ഒരു വാക്കുപോലും. എന്നാൽ കിഴക്കുവരമ്പലത്തെ കുറിച്ച് എല്ലാ കാര്യവും എന്താ ചെയ്യുന്നത്? ഏറ്റവും വലിയൊരു ദ്രോഹമായിരുന്നു. ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടുക്കാതെ അങ്ങനൊരു സംഭവമില്ല, നമ്മൾ അറിഞ്ഞില്ല. വൈക്കത്തിരുന്ന് നോക്കുമ്പോഴോ ഏറ്റുമാനൂർ അമ്പലം അങ്ങനെ ഉള്ളതായിട്ടേ തോന്നില്ല. ഈ വൈക്കത്ത് ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുമ്പോഴോ കുറവലങ്ങാടിന്റെ അപ്പുറത്തുള്ള മനോരമയിൽ ഇങ്ങനെ ഒരു സംഭവമേ കാണില്ല. ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് ഞങ്ങൾ വൈക്കത്ത് കൊടുത്താൽ സന്തോഷമായില്ലേ? വൈക്കത്ത് അത് സന്തോഷമായി. വൈക്കത്ത് ഭയങ്കര കളർ ചിത്രവും 8 കോളം ഹെഡിങ്ങും ഫുൾ പേജ് പരസ്യവും സപ്ലിമെന്റും എല്ലാം കൊടുക്കും. കുറവലങ്ങാടിന്റെ അപ്പുറത്തോട്ടോ വൈക്കം ഉണ്ടെന്നോ വൈക്കത്തിൽ അമ്പലം ഉണ്ടെന്നോ പോലും കാണില്ല. നറേഷൻ എത്ര ഗംഭീരമായ നറേഷൻ അറിയാം. അങ്ങനെയൊന്നും വളരെ ഒന്നും വേണ്ട. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടണം. മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. രാമ എന്ന് വിളിച്ചാൽ പോരാ, രാമൻ രാഷ്ട്രീയ നേതാവായിരുന്നു. കൃഷ്ണ എന്ന് ജപിച്ചാൽ പോരാ, കൃഷ്ണൻ രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പൊ രാമനെ പോലെ കൃഷ്ണനെ പോലെ രാഷ്ട്രീയം നീയും കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ഓരോ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പഠിപ്പിക്കുകയും പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോഴാണ് സനാതന ധർമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അല്ലാതെ മുസ്ലിം ലീഗുകാരും കേരള കോൺഗ്രസുകാരും ഒന്നും പരിഹരിക്കില്ല. CPM-ഓ CPI-യോ കോൺഗ്രസോ ഒന്നും നമ്മുടെ പ്രശ്നം പരിഹരിക്കില്ല. നമ്മളുടെ കുട്ടികൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പൊളിറ്റിക്സ്. നമ്പർ 9, ഫിനാൻസ്, സാമ്പത്തികം. സമ്പത്ത് പാപമാണ്, തെറ്റാണ്, കുറ്റമാണ് എന്നുള്ള ആരോപണം തലയിൽ അടിച്ചു കയറ്റിയ ആ അന്ധവിശ്വാസത്തെ കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം. 33 കോടി ദൈവങ്ങളുള്ള സനാതന ധർമ്മത്തിൽ ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ ദരിദ്രവാസിയായിട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാവരും സർവാഭരണ വിഭൂഷിതങ്ങളായിട്ട്, സർവാഭരണ വിഭൂഷന്മാരായിട്ട്, എല്ലാ കൈകളിലും ആയുധങ്ങളെടുത്ത് സർവ ഐശ്വര്യങ്ങളുടെയും വലിയ സിംഹാസനത്തിൽ ഇരുന്നിരുന്ന ദേവീദേവന്മാരെ നമുക്കുള്ളത്. അപ്പൊ ഭഗവാൻ പരമശിവൻ പിച്ചതെന്ത്? ഞാൻ അയാളോട് ചോദിച്ചു, അയാൾ ഭഗവാൻ പരമശിവൻ ഒരു ദിവസം ടേമോറത്രയാ പിച്ചതിന്റെ കിട്ടുന്നത്. ഈ പറഞ്ഞ 33 കോടി ദേവതകൾ എല്ലാം കൂടി ഉള്ള സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ് ഭഗവാൻ പരമേശ്വരന്റെ ഒരു ദിവസത്തെ ഭിക്ഷണങ്ങളുടെ ടേമോ. അപ്പൊ കക്ഷി. അപ്പോ എല്ലാ സമ്പത്തിന്റെയും മൂർത്തിമദ്ഭാവമായിട്ടുള്ള ദേവീദേവന്മാരെ പൂജിച്ചാൽ മാത്രം പോരാ, അങ്ങനെ ആയിത്തീരാനും കൂടി നമുക്ക് ചുമതലയുണ്ട് എന്ന് സാമ്പത്തികത്തിന്റെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, നിയമം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ജനിക്കേണ്ടത്, ജീവിക്കേണ്ടത്, മരിക്കേണ്ടത്, എല്ലാത്തിനും നിയമം, ധർമ്മം. അത് നിയമം മാത്രം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്ത് ആൾക്കാർ എടുത്തു. നേരെ കുറച്ച് പണ്ഡിതന്മാർ പറയുന്നത് ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മ ധാരയെ ധർമ്മം ഇതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്ന് തലമുറ കുട്ടികളെ പോകും. അപ്പോ അങ്ങനെയല്ല, ഇത് നിയമമാണ് മക്കളെ. ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊരു നിയമമുണ്ട്. പ്രകൃതിയുടെ നിയമം, സനാതനമായ നിയമം, എല്ലാ കാലത്തേക്കുമുള്ള നിയമം. അതാണ് ധർമ്മം. അർത്ഥം മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ബുദ്ധി കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന അധ്വാന ഫലത്തിന്റെ പ്രതിഫലമായിട്ടുള്ള പണം, സമ്പത്ത്. ധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കണം, അർത്ഥം നേടണം. പിന്നെയോ കാമം. കാമം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആണ്. ഒന്നിനെ പലതായിട്ട് പല മടങ്ങായിട്ട് വളർത്താൻ കഴിവുള്ളതിനെയാണ് കാമം, മാനേജ്മെന്റ് ആണ്. അങ്ങനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കൈയുള്ളയാള് 100 ഇൻകം സോഴ്സ് ഉണ്ടാക്കി 1000 ഇടത്ത് നിക്ഷേപിക്കുന്ന ശതഹസ്തേന സമാഹര സഹസ്രഹസ്തേന വികിര. അത്രമാത്രം സമ്പത്തിനെ കൈകാര്യം ചെയ്യണം. എന്നിട്ടോ മോക്ഷം. മോക്ഷം എന്നുള്ളത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന കാര്യമല്ല. മക്കളോട് പറഞ്ഞു കൊടുക്കണം, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതിന്റെ പേരാണ് മോക്ഷം. അപ്പൊ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നതിന്റെ പേരെന്താ?
സായുജ്യം, വിഷ്ണുപാദത്തിങ്കൽ സായുജ്യം അടഞ്ഞു എന്നാണ് പറയുക. മരിച്ചു കഴിഞ്ഞുള്ളത് സായുജ്യം, ജീവിച്ചിരിക്കുമ്പോഴുള്ളത് മോക്ഷം. മോക്ഷം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പെൻഷൻ, റിട്ടയർമെന്റ്. അത്രയും. കുട്ടിക്ക് കുട്ടി ഉണ്ടായാൽ പിന്നെ വീട്ടിൽ ശല്യമായിട്ട് കൂടരുത്, പിന്നെ കുട്ടികളെ നിയന്ത്രിക്കാൻ പോരുത്. അവരാട്ടെ അവരുടെ മോളാണ്. ഇനി അവരൊരു അബദ്ധത്തിൽ നശിപ്പിച്ച് കളഞ്ഞാലോ അത് നമ്മുടെ കുഴപ്പമാണ്. കാരണം അവരെ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ പേടിക്കണം. നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വന്നില്ലേ, വിവാഹം കഴിപ്പിച്ചില്ലേ, വിദ്യാഭ്യാസം ചെയ്യിച്ചില്ലേ, കുടുംബമായില്ലേ, ഇനിയെങ്കിലും വീട്ടിൽ ശല്യമായിട്ടിരിക്കാതെ എന്ത് ചെയ്യണം? വാനപ്രസ്ഥം. എന്താ വാനം? വനം. സമൂഹം. സമൂഹത്തിൽ എപ്പോഴും അന്ധകാരമുണ്ട്, ഇരുട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരണം. വാനപ്രസ്ഥം. നേരെ മറിച്ച് 98ാമത്തെ വയസ്സിലും ചെക്ക് ബുക്ക് ഒപ്പിടാനുള്ള അധികാരം എന്റെ കയ്യിൽ തന്നെ ധ്യാനിക്കണമെന്ന് വെക്കുകയും ഞാൻ മരിച്ച് 2 കാലം കഴിഞ്ഞാലും വീട്ടിൽ സ്ഥലം വീതം വെച്ച് കൊടുക്കുക, സ്വത്ത് വീതം വെച്ച് കൊടുക്കുക, പിന്നെ തലമുറകളായിട്ട് കേസ് നടക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചാലോ അത് മോക്ഷമല്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മോക്ഷം. ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു സീനിയർ വക്കീലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കേസ് കെട്ടെടുത്ത് എന്റെ കൈവിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ചുമ്മാ വായിച്ചു, നാളെ രാവിലെ ഇതിന്റെ കക്ഷി. ഞാനിത് വായിക്കുമ്പോൾ രസകരം. കക്ഷിയുടെ വയസ്സ് 83. ഇദ്ദേഹമാണ് നാളെ വരുന്നത്. ഇദ്ദേഹമാണ് നാളെ വരുന്നത്. ബാക്കി വായിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. 83 വയസ്സുള്ള ഈ കക്ഷി 83ാമത്തെ വയസ്സിൽ മുത്തച്ഛന്റെ വീതം കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തതിന്റെ കേസ് കെട്ടാണ് എന്റെ തന്നിരിക്കുന്നത്. കഴിഞ്ഞ 400 വർഷത്തെ കേസിന്റെ ഹിസ്റ്ററിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. കേസ് പഠിക്കുന്നത് ഇങ്ങനെയൊക്കെയാ, വായിച്ചു എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇതുപോലെയൊക്കെ എന്റെ ഇപ്പോഴും അവസ്ഥ. അതായത് ഒരു 25 വയസ്സിന് മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 30 വയസ്സിന് മുമ്പ് മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ഒന്ന് സ്വന്തമായി നോക്കി നല്ല ഫ്രീഡാണ്. ഇത് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്തിട്ടാണ്. കഴിഞ്ഞ ദിവസം അയൽക്കാരൊക്കെ എന്നോട് ചോദിച്ചു, അതിന്റെ ഈ സ്ഥലമൊക്കെ അളന്നിരിക്കുക, അതിലൊക്കെ നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ പരിപാടികളൊന്നും ഒന്നുമില്ല. മക്കൾക്കെല്ലാം കൊടുത്തു. മക്കളോ ഡിഗ്രിക്ക് പഠിക്കുക. ഡിഗ്രിക്ക് പഠിക്കുക. പക്ഷെ എല്ലാ സ്ഥലവും, എല്ലാ ഡെപ്പോസിറ്റും, എല്ലാ മക്കളുടെ പേര് കൊടുക്കും. ഇപ്പൊ ചെറുപ്പൂടി ഞാൻ തൊടാറില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ബാങ്കിൽ ഞാൻ പോകാറില്ല. ഞാൻ സർവ്വ ഫ്രീയ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും. എന്ത് സുഖം ഇങ്ങനെ ജീവിച്ചാൽ. പക്ഷെ അതെന്ന് വിടണം. ഒരു സംഭവം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഫ്രാൻസിലെ ഈഫൽ ഗോപുരം, 1000 അടി ഉയരമുള്ള ആ വലിയ ഗോപുരം, ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരും. ആ ടൂറിസ്റ്റുകൾ വരുമ്പോൾ തിരക്കാണ്. അതുകൊണ്ട് ഇതിന് എപ്പോഴും പെയിന്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും സമയം കിട്ടാം. അതുകൊണ്ട് ഒരു കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തു, ഇത് പെയിന്റ് ചെയ്യണം, പക്ഷെ രാത്രി മാത്രമേ ചെയ്യാവുള്ളൂ, പകൽ തിരക്കാണ്. അപ്പൊ രാത്രി ഇത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും മുകളിൽ, അതിന്റെ മകുടം പോലെ ഒരു സ്ഥലത്ത് ഈ പെയിന്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾ രാത്രി ഒരു 12 മണി കിട്ടും. ഒരാൾ കൂടെ. അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ഓണാണ്. പക്ഷെ എങ്ങാനും ലൈറ്റ് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് അരയിൽ ഒരു ബെൽറ്റ് കെട്ടിയിട്ട് ഒരു വലിയ റോപ്പ്, ഒരു മുടം ഈ ഗോപുരത്തിന്റെ മുകളിൽ ബന്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അബദ്ധം പറ്റിയ താഴെ വീണ് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ രാത്രി 12 മണി കഴിഞ്ഞു, ലൈറ്റ് ഓഫ് ആയി. പക്ഷെ ഇയാൾക്ക് പേടിയൊന്നുമില്ല. ഇയാൾക്കറിയാം എവിടെയാണ് ടിന്നിരിക്കുന്നത്, പെയിന്റ് ഇരിക്കുന്നത്, കയ്യിൽ ബ്രഷ് ഉണ്ട്. ഇയാൾ ആ ബ്രഷ് കൊണ്ട് ആ ടിന്നിനകത്ത് മുക്കി ഈ പെയിന്റിനെ തുറന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സംശയം, ഇത്തവണ മുങ്ങിയില്ലേ? ഒരു സംശയം. നോക്കിയപ്പോ ശരിയാ, പെയിന്റ് അല്ല, അല്പം മാറിപ്പോയി. ഉടനെ അല്പം കൂടി അപ്പുറത്തിരിക്കുന്ന ടിന്നിലേക്ക് ഈ ബ്രഷ് മുക്കാൻ വേണ്ടി ഇയാൾ ഒന്ന് ചെരിഞ്ഞപ്പോ തെറ്റി താഴോട്ട് പോയി. പക്ഷെ പേടിക്കണ്ട, താഴെ എത്തില്ല. വെച്ചിട്ടുണ്ട്. അതില് കക്ഷത്തിനകത്ത് കയറിട്ടിട്ടുണ്ട്. ഇയാളിങ്ങനെ തൂങ്ങിക്കിടക്ക. തൂങ്ങിക്കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസം മുട്ടാൻ തുടങ്ങി. ശബ്ദമൊന്നുമില്ല, ഇരുട്ട. ശ്വാസം മുട്ടാൻ തുടങ്ങി. ഈ കയറിനെ കുറിച്ച് മുറുകാൻ തുടങ്ങി. ശ്വാസം എടുക്കാൻ വയ്യെന്നായി. ഇയാളെ ഉറക്കം വിളിക്കാൻ നോക്കിയപ്പോ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. അയാൾ ഈശ്വരനെ വിളിച്ചു, ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തെ വിളിച്ച വിളി എത്ര ഗംഭീരമായിരിക്കും മനസ്സിലായില്ലേ? ശ്വാസം മുട്ടി പിടയുന്ന വിളിയല്ലേ ദൈവം വിളികൾ. ദൈവം വിളിച്ചു, എന്താ വേണ്ടേ? ഞാനിങ്ങനെ മേക്കിക്കൊണ്ടിരിക്കുക, ദീപം ലോകത്തിന്റെ മുകളിൽ താഴെ പോയി കയറുടെ ശരീരത്തിൽ മുറുകിക്കൊണ്ടിരിക്കുക, എനിക്ക് ശ്വാസം വിടാൻ വയ്യ, ഒച്ചയിട്ടൊക്കെ വിളിക്കാനും വയ്യ, ദൈവമേ രക്ഷിക്കണം. ദൈവം ചോദിച്ചു, നിന്റെ കൈ വളർത്തിനെ അനക്കാൻ പറ്റുമോ? അനക്കാൻ പറ്റും.
വലത് കയ്യിന്റെ വലത്തെ പോക്കറ്റ് ഇടാൻ പറ്റുമോ, പാൻസിന്റെ പോക്കറ്റ് ഇടാൻ പറ്റുമോ, ഇടാൻ പറ്റും. എന്നാ പാൻസിന്റെ പോക്കറ്റ് ഇട്ടു. അവിടെ ഒരു കൊടിലില്ലേ, കത്രിക ഉണ്ട്, അതെടുത്ത് എടുത്തു. അത് ഉപയോഗിക്കാൻ പറ്റുമോ, പറ്റും. അപ്പൊ നീ തൂങ്ങിക്കിടക്കുന്ന കയറൊന്ന് കണ്ടിട്ട് കണ്ടിക്കില്ല. ദൈവം പറഞ്ഞു ധൈര്യമായിട്ട് കണ്ടിട്ടുള്ളൂ. ആ കയറ് നീ കട്ട് ചെയ്താൽ നീ രക്ഷപ്പെടും. ഞാനല്ല പറയുന്നത്, ദൈവമല്ല പറയുന്നത്. നീ ധൈര്യമായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തില്ല. ദൈവത്തെ വിളിയിൽ നിർത്തി. ഇയാൾ കട്ട് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ നേരം വരുമ്പോ ജനങ്ങൾ കാണുന്ന കാഴ്ച, ഈഫൽ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കയറിൽ കയ്യിലൊരു കത്രികയും പിടിച്ച് ഒരാൾ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു. അയാളുടെ കാൽപാദം തറയിൽ മുട്ടാൻ 2 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം പറഞ്ഞ് കട്ട് ചെയ്തു. 2 ഇഞ്ചല്ലേ ഉള്ളൂ, നീ രക്ഷപ്പെടും. ഇവനൊരു ഹിന്ദുവായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാം. ദൈവം വന്ന് ഈ കാര്യമെല്ലാം നമ്മളോട് പറഞ്ഞെങ്കിൽ, ഞാൻ ദൈവമല്ല കേട്ടോ, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമുക്കറിയാമെങ്കിലും ഇതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് ദൈവം പറഞ്ഞാൽ ചെയ്യില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കയറൊന്ന് കട്ട് ചെയ്യും. നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ പ്രാക്ടിക്കലായി നടപ്പാക്കാൻ നമ്മൾ ആരെങ്കിലും മുന്നോട്ട് വന്നേ പറ്റും. അങ്ങനെ മുന്നോട്ട് വന്നവരെയാണ് നമ്മൾ രാമനാക്കിയത്, കൃഷ്ണനാക്കിയത്, ബുദ്ധനാക്കിയത്, നബിയാക്കിയത്, ക്രിസ്തുവാക്കിയത്. അവരാണ് വർദ്ധമാന മഹാവീരരായത്, അവരാണ് ശിവജിയായത്, അവരാണ് വേലുത്തമ്പിയായത്, അവരാണ് മാർത്താണ്ഡവർമ്മയായത്, അവരാണ് നരേന്ദ്രമോദിയായത്. നമുക്കും സാധിക്കും നമ്മുടേതായ മേഖലകളിൽ. അതുകൊണ്ട് സനാതന ധർമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളെ പ്രായോഗികമായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും കർമ്മപദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മുടെ ഈ 3ാമത്തെ വർഷത്തിൽ ഭാരതീയ വിദ്യാലയത്തിന്റെ ഐക്യം യൂണിറ്റ് നടത്തിയ ഈ ചർച്ച പ്രായോഗിക തലത്തിലേക്ക് വന്ന് സമൂഹത്തിന് അനുഗ്രഹ വർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം അത്രയും എന്നെ കേട്ടിരുന്ന 1.5 മണിക്കൂറായി ഞാൻ കേട്ടിരുന്ന നിങ്ങളുടെ നല്ല മനസ്സിലേക്ക് മുമ്പാകെ ഈ ആശയം വിനീതമായി നമുക്ക്